ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഡാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു ഹാഫ് ബൗൾ, ഒരു 2 കൈയോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് നന്നായി വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ പരിപ്പ് നന്നായി വാഷ് ചെയ്തിട്ടൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായി തന്നെ വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വരുത്തി ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് എയർ പോകുമ്പോൾ തുറന്ന് നോക്കിയാൽ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള നൈസായി കട്ട് ചെയ്ത് വെച്ചതും 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും ഇഞ്ചിയും കൂടെ ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. നമുക്കൊരൽപ്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായി തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സ്വല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ കറി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ പരിപ്പ് കറി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഈസി ആയിട്ട് നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തിക്ക് പരിപ്പ് കറിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്